ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പകരം ഗോതമ്പ് പൊടി മതിയെങ്കിൽ അതും യൂസ് ആക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇനി നോക്കിയിട്ട് ചേർത്താൽ മതി. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി നോക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം വേണം. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകമാണ്. 1 കപ്പ് മൈദയിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് എനിക്ക് യൂസായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഗോതമ്പ് പൊടി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് അനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അവസാനം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ദോശ മാവിനയിലും അല്പം കൂടി നന്നായിട്ട് ലൂസായിട്ടുള്ള പരുവത്തിൽ, കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പം ഇതിലേക്ക് ഒരു അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന മല്ലിയില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. വളരെ സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവ വെച്ച് തയ്യാറാക്കി എടുക്കാവുന്ന സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു കോഴിമുട്ടയെ 4ആയിട്ട് കട്ടാക്കിയിട്ട് പിന്നെ ഇതുപോലെ ചെറുതാക്കി കട്ടാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി വട്ടത്തിൽ കട്ടാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ട ഏത് രീതിയിൽ കട്ടാക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ആക്കാം. ഇതിലേക്ക് ഞാൻ 2 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നീളത്തിൽ കട്ടാക്കി കനം കുറച്ച് കട്ടാക്കിയത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും എല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം പാട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി വാടി വന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, കുരുമുളക് പൊടി, പെരിഞ്ജീരകം ഇതിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി ഇതിലേക്ക് നമ്മൾ യൂസ് ആക്കുന്നില്ല കേട്ടോ. അതിനാണ് നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരല്പം മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി പൊടികളുടെ പച്ചക്കുത്തൊന്ന് പോയി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇത് എല്ലാം പാട് നന്നായിട്ടൊന്ന് യോജിച്ച് വരാനാണ്. പൊടികളെല്ലാം പാട് നന്നായിട്ടൊന്ന് യോജിച്ച് വരാനാണ് വെള്ളം ചേർത്തൊന്ന് മിക്സാക്കിയത്. അപ്പോൾ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റി വന്ന സമയത്ത് നമ്മളിതിലേക്ക് കട്ടാക്കി വെച്ചിട്ടുള്ള മുട്ട കൂടി ചേർത്തിട്ട് എല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിയില കയ്യിലില്ലെങ്കിൽ പകരം കറിവേപ്പില ചേർത്താലും മതിയാകും. ഞാൻ ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി അത്രയും മതി. ജസ്റ്റ് 1 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ 1 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. ഇത്രയും മതി കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫാക്കി കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ കലക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറച്ച് മാവ് ഇതിലേക്ക് ഒരു കൈയിലോളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഭാഗം ഇങ്ങനെയൊന്ന് ആയിക്കഴിഞ്ഞാൽ അല്പം ഓയിലൊന്ന് ബ്രഷാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ 2 രീതിയിൽ തയ്യാറാക്കുന്നുണ്ട്. ആദ്യത്തെ രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഫില്ലിങ് വേണം, ഉണ്ടാക്കുന്ന ദോശയ്ക്കനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ചധികം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം.
നമ്മൾ അടയൊക്കെ തയ്യാറാക്കുമ്പോൾ മടക്കി എടുക്കുന്ന പോലെ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം. അപ്പം അതൊക്കെ ഇങ്ങനെയൊന്ന് ഒട്ടിച്ചാൽ അങ്ങ് ഒട്ടിക്കോളൂ കേട്ടോ. ഇനി അഥവാ ഇങ്ങനെ വിണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് ഒട്ടി വന്നോളൂ. ഇതിങ്ങനെ ഒട്ടി കിട്ടിക്കോളൂ കേട്ടോ, പേടിക്കൊന്നും വേണ്ട. അതിങ്ങനെ തുറന്നു പോകുമൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടി വരും. അപ്പോൾ ഇതിവിടുത്തെ ഒരെണ്ണം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, രണ്ട് ഭാഗം ഒന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതും നമുക്ക് ഇതുപോലെ റെഡിയാക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്താൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യത്തെ ചിലപ്പോൾ ഒന്ന് നേരായില്ലെങ്കിലും കുഴപ്പമില്ല, രണ്ടാമത്തൊക്കെ റെഡിയായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ എന്താ ഇവിടെ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ 3 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ 3 എണ്ണം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തത് ഞാൻ വേറെ രണ്ടാമത്തെ രീതി പറഞ്ഞില്ലേ, അതാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഓയിലൊന്നും ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട്. അപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് മാവ് കൂടുതലുണ്ടെങ്കിൽ 2 എണ്ണമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 1 ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ലോണം ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കൂടി ബാക്കിയുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം എന്താ പറയുക ചില്ലി ഫ്ലെക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചീസൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചീസൊക്കെ മുകളിൽ കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ ചീസൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ മറിച്ചിട്ടിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് എനിക്കിത് അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ആദ്യം ഉണ്ടാക്കിയത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കഴിക്കാവുന്ന ഒരു ഈസി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ഇത് 10 മണിക്ക് കുട്ടികൾക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുത്തുവിടാം. 4 മണിക്ക് കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് സ്നാക്കായിട്ട് അങ്ങനെയും കൊടുത്തുവിടാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ചുകൂടി ഹെൽത്തി ആകണമെങ്കിൽ ഗോതമ്പ് പൊടിയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 സ്നാക്കിൽ ഏത് സ്നാക്കാണോ കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.